PSCയിലെ ഗുരുതര വീഴ്ചയിൽ റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ PSC സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. റീമെഷർമെന്റിൽ തോറ്റ 12 പേർ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും. മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 2.5 മാസത്തിന് ശേഷം അനധികൃതമായി കയറിയ 12 പേരെ ഒഴിവാക്കാൻ കാരണം PSC തിരുവനന്തപുരം ജില്ലാ ഓഫീസർക്ക് കിട്ടിയ ഫോൺ സന്ദേശമാണ് എന്നതിന്റെ വിവരങ്ങളും റിപ്പോർട്ടറിന് ലഭിച്ചിരുന്നു. റിപ്പോർട്ടർ ഫോളോ അപ്പ്. ക്ലറിക്കൽ മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാനാണ് റീമെഷർമെന്റ് PSC അംഗത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തുന്നത്. ഇനി ഇത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയാൽ തന്നെ എന്തിന് ഇത് തിരുത്താൻ 3 മാസം സമയമെടുത്തു? കഴിഞ്ഞ മാസം 18-ന് റിപ്പോർട്ടറാണ് PSCയിലെ ഗുരുതര വീഴ്ച പുറത്തു കൊണ്ടുവന്നത്. കായികക്ഷമതാ പരീക്ഷ പാസ്സായി ശാരീരിക അളവിൽ തോറ്റ 12 പേർ PSCക്ക് അപ്പീൽ നൽകി. പട്ടത്തെ PSC ആസ്ഥാനത്ത് മറ്റുള്ളവർക്കൊപ്പം ഇവർക്കും റീമെഷർമെന്റ് നടത്തി. PSC അംഗത്തിൻ്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു റീമെഷർമെന്റ്. പിഴവ് ഇല്ലാതിരിക്കാനായിരുന്നു ഇത്. എന്നാൽ ഇതിൽ ഈ പറഞ്ഞ 12 പേരും തോറ്റെന്ന് അപ്പോൾ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഏപ്രിൽ 15-ന് പുറത്തിറക്കിയ CPO റാങ്ക് പട്ടികയിൽ ഇവർ കയറിക്കൂടി. ആരും ഒന്നും അറിഞ്ഞില്ല. അതിനിടെ PSC തിരുവനന്തപുരം ജില്ലാ ഓഫീസർക്ക് ഒരു ഫോൺ കോൾ വന്നു. 12 പേർ റീമെഷർമെന്റിൽ തോറ്റിട്ടും എങ്ങനെ റാങ്ക് പട്ടികയിൽ വന്നു എന്ന് അന്വേഷിക്കാനായിരുന്നു ആ കോൾ. പരിശോധിച്ചു. 12 പേർ തോറ്റിട്ടും പട്ടികയിൽ ഇടം നേടിയെന്ന് കണ്ടെത്തി. ആരും അറിയാതെ ഒരു തിരുത്തൽ വിജ്ഞാപനം പുറത്തിറക്കി 12 പേരെയും ജൂലൈ 2-ന് റാങ്ക് പട്ടികയിൽ നിന്ന് പുറത്താക്കി. അന്വേഷണം നടത്തിയില്ല, നടപടിയും ഉണ്ടായില്ല. PSCയുടെ രഹസ്യ നീക്കം രേഖകൾ സഹിതം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. PSC യോഗം വിഷയം ചർച്ച ചെയ്തു. അന്വേഷണത്തിന് ഉത്തരവിട്ടു. PSC സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. റിപ്പോർട്ടറിന്റെ തുടർ വാർത്തകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഒന്നുമാകാതെ പോകുമായിരുന്നു. ഈ 12 പേരെ മെയിൻ ലിസ്റ്റിൽ തിരികെ കയറ്റിയ ഉദ്യോഗസ്ഥർ ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരു നീക്കവും PSCയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കാതെ ഇതങ്ങ് മൂടിപ്പോകുമായിരുന്നു. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.